വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരു വ്യത്യസ്തമായൊരു ബിസിനസ് ആശയമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത് ലക്ഷങ്ങൾ രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, ലക്ഷങ്ങൾ രൂപ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ബിസിനസ് സാധ്യമാകൂ എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഭൂരിഭാഗം ആൾക്കാരും. എന്നാൽ വളരെ ചെറിയ എമൗണ്ടിൽ, അഥവാ കേവലം ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്കൊരു ബിസിനസ് ആരംഭിക്കാം. അതും നിങ്ങൾക്കൊരു ഓഫീസ് ഇല്ലാതെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. അപ്പോൾ ഈ ചാനലിൽ ഞാൻ മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. ഈ ചാനലിൽ മെയിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഹോൾസെയിലായിട്ട് റീറ്റെയിൽ സംരംഭകർക്കും അതുപോലെ തന്നെ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ബൾക്ക് ക്വാണ്ടിറ്റി ഹോൾസെയിൽ പ്രോഡക്റ്റുകൾ, അതിനെക്കുറിച്ചുള്ള അവയർനെസ് വീഡിയോകളാണ് നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ വ്യത്യസ്തമായ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളും ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ബിസിനസ് ആശയം എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറൻറ്റ് തന്നെയാണ്. കാരണം ഇന്ന് നമുക്കറിയാം, ഒരുപാട് വീടുകൾ നമ്മുടെ ചുറ്റുഭാഗം, ഒരുപാട് വീട് പുതിയതും അതുപോലെ തന്നെ പഴയ വീട് പൊളിച്ച് പുതിയ വീടാക്കുക, അങ്ങനെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന ഒരുപാട് വീടുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ബിസിനസ്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. അപ്പോൾ അതിന് പറ്റിയ ഒരു അടിപൊളി പ്രോഡക്റ്റാണ് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അഥവാ ഇത് ടൈൽസ് ഗ്യാപ്പ് ഫില്ലർ പ്രോഡക്റ്റാണ്. ഇത് ഇമ്പോർട്ടഡ് ഐറ്റം ആണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളൊരു പുതിയൊരു വീട് വെക്കുമ്പോൾ ടൈൽസിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പ് വരും അല്ലേ. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ടൈൽസ് മാത്രമല്ല, ബാത്റൂം മറ്റേ എന്താ പറയുക, വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണിത്. ഇതൊരു നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റാണ്. ഇത് നമ്മൾ ഹോൾസെയിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഒന്നും ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ലക്ഷങ്ങളൊന്നും മുടക്കാനില്ല. ഒരു 10,000 20,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും നല്ല ഒരു ബിസിനസ്സായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന് എങ്ങനെ നമുക്കിത് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ ഈ ഒരു ടൈൽസ് ഗ്യാപ്പ് ഫില്ലർ പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. അത് മിനിമം 100 പീസെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കുന്നത് 100 പീസാണ്. 100 പീസ് മിനിമം ക്വാണ്ടിറ്റി നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ എമൗണ്ടിനാണ്. അതോ നിങ്ങൾക്ക് ലഭിക്കുന്നത് 110 രൂപക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുക. 110 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് ഒരു 299 399 ആ റേഞ്ചിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, റീറ്റെയിലായിട്ട് മാർക്കറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിലൂടെ വരുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 100%, 150%ഒക്കെയാണ് മാർജിൻ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മിനിമം 100 പീസ് പ്രൊഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റോക്ക് ചെയ്യാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, വിസിറ്റിംഗ് കാർഡ് ക്രിയേറ്റ് ചെയ്യുക. വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കിയതിന് ശേഷം ഈ വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പെയിൻറ്റ് ഷോപ്പുകളിലും എന്ത് ചെയ്യുക, കൊണ്ടുപോയി കൊടുക്കുക. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഷോപ്പുകളിൽ എന്ത് ചെയ്യുക, ഹാർഡ്വെയർസ് കുറച്ചുകൂടി ബെറ്റർ, പെയിൻറ്റ് ഷോപ്പാണ് കുറച്ചുകൂടി ബെറ്റർ. കാരണം അതുപോലെ തന്നെ ടൈൽസിൻ്റെ ഷോപ്പുകൾ എന്ത് ചെയ്യാം, കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഇത് കൊണ്ടുപോയി കൊടുക്കാനുള്ള എന്തിനാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് വെച്ചാൽ, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്താണ്, അതിനെക്കുറിച്ചുള്ള കുറച്ച് ചെറിയൊരു ഔട്ട്ലൈൻ നിങ്ങൾ അവർക്ക് കൊടുക്കണം. എന്താണ് സാധനം, അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവർക്കിത് മനസ്സിലാവും. എന്നാൽ നിങ്ങളൊരു 500 പേർക്ക് നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് മന്ത്ലി നല്ല രീതിയിൽ ഓർഡർ കിട്ടും. ഓക്കെ, ഈ ഓർഡർ പ്രകാരം നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാൻ പറ്റും, ഷോപ്പുകളിലേക്ക് സെല്ല് ചെയ്യാൻ പറ്റും.
എന്നാൽ കുറച്ചും കൂടി കൂടുതലായിട്ട് നിങ്ങൾക്ക് വോളിയം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്ഥാപനം ഇട്ടതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക, ഒരു 3 4 മാർക്കറ്റിംഗ് സ്റ്റാഫിനെ വെച്ചുകൊണ്ട് ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഡാറ്റാ ബേസ് കളക്ട് ചെയ്യുക. അഥവാ നിങ്ങളുടെ ഷോപ്പുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കുക, അവരുടെ വിസിറ്റിംഗ് കാർഡ് നിങ്ങൾ കളക്ട് ചെയ്യുക. അതിന് ശേഷം നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് എന്ത് ചെയ്യുക, നിങ്ങൾ അവർക്ക് കൊടുക്കുക. ഡെയിലിയോ അല്ലെങ്കിൽ ആഴ്ചയിലോ അല്ലെങ്കിൽ ഒരു 10 ദിവസം കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിന് നിങ്ങൾക്ക് ഓർഡർ കിട്ടും. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടർമാരുമായിട്ടൊരു ലിങ്ക്, അതുപോലെ തന്നെ ടൈൽസ് വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 10 200 ആളുകളുടെ ഒരു കണക്ഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാസം 1000 പീസ് പ്രൊഡക്റ്റ് അഥവാ 1000 പ്രോഡക്റ്റ് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ ഈസി ആയിട്ട് ഷോപ്പുകൾ ത്രൂ, അതുപോലെ തന്നെ ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർമാർ ത്രൂ, കോൺട്രാക്ടർമാർ ത്രൂ നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി 1000 പീസ് പ്രൊഡക്റ്റ് പോകും. ഒരു പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് 100 രൂപ ലാഭം നിങ്ങൾക്ക് കിട്ടും. 100 രൂപ അല്ല, 100 രൂപയിൽ കൂടുതൽ പ്രോഫിറ്റ്, ഒരു ആവറേജ് ഒരു 100 രൂപ പോട്ടെ, ഒരു 50 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ തന്നെ 1000 പ്രൊഡക്റ്റ് പോകുമ്പോൾ നിങ്ങൾക്ക് 50,000 രൂപയാണ് നിങ്ങൾക്ക് അവിടെ പ്രോഫിറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിസിനസ്. ഇതൊരു നല്ലൊരു ആശയമാണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞ ഈ ഒരു ആശയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ് ആക്കിയെടുത്ത് ചെയ്യാൻ പറ്റും. ഇതിന് വലിയ ചിലവോ കാര്യങ്ങളൊന്നുമില്ല. വെറും ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മാക്സിമം ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണത്. ഓക്കെ.